ഹലോ ഗൈസ്, സോ നമ്മൾ നേരത്തെ വീഡിയോയിൽ സ്വിച്ച് കേസിന്റെ കാര്യം പറഞ്ഞു നിർത്തിയ. സോ അതിന്റെ കൂടുതൽ ഒരു ചെറിയ പുള്ളിയും കൂടെ ഉണ്ട്. സോ നമ്മുടെ ടെർണറി ഓപ്പറേറ്ററിനെ കുറച്ചായിരിക്കും ഈ ഒരു ഷോർട്ട് വീഡിയോ. കാര്യത്തൊന്നുമില്ല, വെരി ചെറിയ യൂസ് കേസ് ഉള്ളി ബട്ട് പവർഫുൾ. ഓക്കെ, സ്മോൾ ബട്ട് പവർഫുൾ. സോ ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ കോഡ് എഡിറ്റർ. യാ, സോ ഫോൾഡർ ഓപ്പൺ ആക്കുന്നു. ഞാൻ ഓൾറെഡി വീഡിയോ നേരത്തെ റെക്കോർഡ് ചെയ്തുകൊണ്ട് ഐ ഗസ് ഐ വിൽ ബി മൈ കോഡ് എഡിറ്റർ ലൈൻ ഹിയർ. യാ, സോ നേരത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ട കോഡാണ്. നമുക്കിവിടെ ഒരു ഫയലും കൂടെ ഉണ്ടാക്കാം, ternary.js. സോ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഇഫ് കണ്ടീഷൻ എഴുതിയിട്ട് അതിനെ സ്വിച്ചിലോട്ടാണല്ലോ ആക്കിയത്. ലൈക്ക് ഈ ഒരു ഇഫിന് എഴുതി അതിനെ സ്വിച്ചിലോട്ടാക്കി. സോ ടെർണറി എപ്പോഴാണ് യൂസ് എന്ന് വെച്ചാൽ, ലൈക്ക് എനിക്ക് ചെറിയൊരു കണ്ടീഷൻ ഉണ്ടെന്ന് കരുതിക്കോ. ലൈക്ക് എ ഈസ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താ പറയുക, അല്ലെങ്കിൽ വേറൊരു സാധനമുണ്ട്. യാ, സോ എ മോഡ് 2 ഈക്വൽ ടു 0 ആണെങ്കിൽ എനിക്ക് ഇഫ് എവിടെ എ ഇല്ലല്ലേ. സോ യാ, let first declare a is equal to 10. Okay, yeah, so a 10 ആയി ഞാൻ ഡിക്ലെയർ ചെയ്തു. ഇഫ് a mod 2 ഈക്വൽ ടു 0, മോഡുലസ് ഓപ്പറേറ്റർ റിമൈൻഡർ ആണ് നോക്കുന്നത് ആണെങ്കിൽ console.log നമുക്കിവിടെ സ്ട്രിംഗ് ലിറ്ററൽസ് എന്താന്ന് ഇടാം. ലൈക്ക് സ്ട്രിംഗ് ലിറ്ററൽസ് യൂസ് ചെയ്യാം. a is a even number. ലൈക്ക് സ്ട്രിങ്ങിന്റെ കൂടെ നമ്മൾ കുറച്ച് ഡൈനാമിക് വാല്യൂ കൂടെ ആഡ് ചെയ്ത് ലൈക്ക് ബാക്ക് ടിക്സ് ഉപയോഗിക്കുന്നതിനാണ് സ്ട്രിംഗ് ലിറ്ററൽസ് എന്ന് പറയുന്നത്. സോ ഏസ് എ പ്രൈവറ്റ് നമ്പർ, ലൈക്ക് ഈവൻ നമ്പർ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ശരിക്കും ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല. സോ അല്ലെങ്കിൽ console.log നേരത്തെ തന്നെ ഐ ഗസ് വി കുഡ് കോപ്പി ആൻഡ് പേസ്റ്റ്. സോ എ ഇസ് ആൻ ഓഡ് നമ്പർ. സോ ഇവിടെ ജസ്റ്റ് സിമ്പിളാ, ലൈക്ക് എക്സിക്യൂഷൻ ലോജിക്ക് സിമ്പിൾ. ലൈക്ക് ഇവിടെ എ ഉണ്ടായിരുന്നു, എന്റെ മോഡുലസ് എടുക്കുമ്പോഴത്തേക്ക് റിമൈൻഡർ നോക്കും. 10/2 ഈസ് ആക്ച്വലി 0, റൈറ്റ്? റിമൈൻഡർ 0 ആണല്ലോ. സോ റിമൈൻഡർ മോഡ് 2 ചെയ്യുമ്പോൾ 0 ആണെങ്കിൽ അത് ഈവൻ നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ഓഡ് നമ്പർ ആയിരിക്കും. സോ ഞാൻ ഇവിടെ ടെർണറി വെച്ച് റൺ ചെയ്യുകയാണെങ്കിൽ 10 ഈസ് എൻ ഈവൻ നമ്പർ. ഞാൻ ഇത് 11 ആക്കുകയാണെങ്കിൽ അവിടെ റിമൈൻഡർ വിൽ ബി 1. സോ മോഡ് 2 നോട്ട് ഈക്വൽ ടു 0. സോ അവിടെ ഓഡ് നമ്പർ വരും. ദിസ് ഈസ് ദ ലോജിക്. ഈ ഒരു സാധനത്തിന് എനിക്ക് കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആയിട്ട് എഴുതാൻ പറ്റും. അതെങ്ങനെയാണെന്നറിയോ? ഒന്നെന്ന് പറഞ്ഞാൽ ലൈക്ക് ഇതിന് രണ്ട് വേ ഉണ്ട്. ഐ വിൽ ഷോ ദാറ്റ് വേ. ലൈക്ക് ഐ കുഡ് സിംപ്ലി ലൈക്ക് ഓക്കെ. സോ എ മോഡ് 2 ഇത് വർക്ക് ആവുമെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. എ മോഡ് 2 ഈക്വൽ ടു 0 ആണെങ്കിൽ ഐ കുഡ് ഗീവ് ദിസ്. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഇത് ഇറ്റ് വിൽ വർക്ക്. യാ, ഇവിടെ ഈ സെമിക്കോളം മാറ്റിയാൽ ഇറ്റ് ഷുഡ് വർക്ക്. ഓക്കെ, സോ ഇങ്ങനെ എഴുതിയാൽ നേരത്തെ സെയിം ഔട്ട്പുട്ട് തന്നെ വരും. പക്ഷേ ഈ കോഡ് കുറച്ച് വലുതല്ലേ, ഇതിന് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ചെറുതാക്കാം. എങ്ങനെയെന്നല്ലേ അത് ലൈക്ക് ഇവിടെ ഒറ്റ console.logന്റെ ആവശ്യമുള്ളൂ ശരിക്കും. ഇങ്ങനെ എടുത്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ രണ്ട് console.logഉം തമ്മിൽ ഒരു ഡിഫറൻസ് ഉള്ളത് ഈവനും ഓടും ആണല്ലോ, മാത്രമാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ഒരു വീണ്ടും ഒരു സ്ട്രിംഗ് ലിറ്ററലിന്റെ ഡോളർ ഇടുന്നു, ബ്രാക്കറ്റ് ലൈക്ക് ഓൺ ആക്കുന്നു. ഇവിടെ നമ്മൾ ടെർണറി ഇടും. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ വന്ന് ഞാൻ ഈവൻ ഇടും. ഓക്കെ, എന്നിട്ട് ഞാൻ അതിന്റെ ഇതായിട്ട് ഇവിടെ വന്ന് ഓടിടും. ഞാനിവിടെ ഇപ്പോഴും അതിന്റെ വർക്കിംഗ് പറഞ്ഞു തന്നിട്ടില്ല. ഇപ്പൊ നോക്കിയാൽ 3 തവണയും വരും. ദിസ് ഈസ് റീഡബിലിറ്റി കുറച്ച് കുറവാണെങ്കിലും ഇതാണ് കുറച്ചുകൂടെ എഫിഷ്യൻറ്റ്. പക്ഷേ റീഡബിലിറ്റി മാറ്റേഴ്സ്. ഓക്കെ, സോ ഇങ്ങനെ മൾട്ടിപ്പിൾ രീതിയിൽ ടെർണറി ഉപയോഗിക്കാം. ടെർണറിയിലെ ലൈക്ക് ഫംഗ്ഷനിങ് എങ്ങനെയാന്ന് വെച്ചാൽ, ലൈക്ക് ദർ വിൽ ബി എ കണ്ടീഷൻ ഓർ എക്സ്പ്രഷൻ അറ്റ് ഫസ്റ്റ്. ഓക്കെ, അതൊരു കമ്പാരിസൺ ആവാം, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ആവാം. നമ്മളിപ്പോൾ ഇഫിന്റെ കേസിനകത്ത് ഈ ബ്രാക്കറ്റിൽ കൊടുത്തില്ലേ ഈ ഒരു സാധനം, ഈ ഒരു എക്സ്പ്രഷൻ, അങ്ങനെ ഒരു കണ്ടീഷനോ എക്സ്പ്രഷനോ കാണും. ആ എക്സ്പ്രഷൻ കോഡ് ഇവാലുവേറ്റ് ചെയ്യും. അത് ട്രൂ ആയിട്ട് വരികയാണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കിന് ഇപ്പുറത്തുള്ളത് എക്സിക്യൂട്ട് ചെയ്യും. ഫോൾസ് ആണെങ്കിൽ ഫുൾ കോളന് അപ്പുറത്തുള്ളത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇത്രയാണ് സംഭവം. ഇവിടെ അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഇതിപ്പോൾ 11 ആയതുകൊണ്ട് ഇവിടെ ഫോൾസ് വന്നു. സോ ഓഡ് നമ്പർ ആണെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ 10 ആയിരുന്നെങ്കിൽ മോഡ് 2 വിൽ ബി ഈക്വൽ ടു 0. ആ കേസിൽ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യും. ഇതിന്റെ കേസിനകത്ത് ആദ്യം 11 പ്രിന്റ് ചെയ്തു. ഈസി എത്തിയപ്പോഴത്തേക്ക് ടെർണറിയെ കണ്ടു. അപ്പോൾ 11 എടുത്ത് മോഡ് 2 ചെയ്തു നോക്കി 0 ആണോ എന്ന്. അപ്പോൾ 0 അല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഓഡ് വന്നു, ബാക്കി നമ്പർ വന്നു. ദാറ്റ്സ് ഇറ്റ്. സോ ഇതാണ് ടെർണറി ഓപ്പറേറ്ററിന്റെ കേസ്. ഇത് മൾട്ടിപ്പിൾ യൂസ് കേസസിലുണ്ട്. ലൈക്ക് ഇങ്ങനത്തെ ചെറിയ കമ്പ്യൂട്ടേഷനൊക്കെ ആ ഒരു 1 ലൈനറിൽ തന്നെ റീഡബിലിറ്റി പോവാതെ എഴുതാൻ വേണ്ടി വി യൂസ് ദിസ് ഗൈഡ്. സോ അതാണ് ഗൈസ് ടെർണറി ഓപ്പറേറ്റർ. ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു ടോപ്പിക്കുമായി കാണാം. ബൈ.